പ്രമുഖ സ്പോർട്സ് സൈറ്റുകളിലെല്ലാം ആഴ്സണലിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് ഇത്തവണ ലിവർപൂളിന്റെ സാധ്യതകളെ എല്ലാവരും പരിഗണിക്കുന്നത്. ടൈറ്റിൽ ഫേവറിറ്റുകളിൽ നിന്നും ഔട്ട്സൈഡറായി ഒറ്റ സീസൺ കൊണ്ട് ലിവർപൂൾ മാറിയതെങ്ങനെയെന്ന് നോക്കാം. ചാമ്പ്യന്മാരായി വന്ന ശേഷം കഴിഞ്ഞ സീസണിൽ നടത്തിയ മോശം പ്രകടനമാണ് പ്രധാനമായും ലിവർപൂളിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത്. ആർനെ സ്ലോട്ട് പോയി ആന്റോണി ഇറയോള പരിശീലക സ്ഥാനം ഏറ്റെടുത്തെങ്കിലും പ്രധാനപ്പെട്ട സൈനിങ്ങുകളൊന്നും ലിവർപൂൾ നടത്തിയിട്ടില്ല. എങ്കിലും യേർഗൻ ക്ലോപ്പ് ലിവർപൂളിൽ വിജയകരമായി നടപ്പിലാക്കിയ ജിഗാൻ പ്രസ്സിങ്ങിനോട് അടുത്തു നിൽക്കുന്ന കളിശൈലി തന്നെയാണ് ഇറയോളയും നടത്തുന്നത്. ബേൺമൗത്തിൽ ഹൈ പ്രസ്സിംഗ് അറ്റാക്കിംഗ് ഫുട്ബോളാണ് അദ്ദേഹം ചെയ്തത്. പോയ സീസണിൽ ലിവർപൂളിന് തന്നെ പിന്നിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനും ഇറയോളയുടെ ബേൺമൗത്തിനായിരുന്നു. ചെൽസി, എവർട്ടൺ, ന്യൂകാസിൽ ടീമുകളെക്കാൾ എത്രയോ മികച്ച സ്ഥാനത്താണ് ഇറയോള ബേൺമൗത്തിനെ എത്തിച്ചത്. ക്ലോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈ പ്രസ്സിംഗ് ഗെയിം പുറത്തെടുക്കാൻ പാകത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ടെന്നതാണ് ഇറയോളയിൽ ആൻഫീൽഡുകാർ പ്രതീക്ഷയർപ്പിക്കാൻ പ്രധാന കാരണം. താരം മുഹമ്മദ് സല, ഡിഫൻഡർമാരായ ഇബ്രാഹിം കൊണാട്ടെ, ആൻഡി റോബർട്ട്സൺ എന്നിവർ ടീം വിട്ടത് റെഡ്സിന് ക്ഷീണമാണ്. ഒസാസുനയിൽ നിന്നെത്തിച്ച വിക്ടർ മുനോസ്, റന്നസിൽ നിന്ന് ജെറമി ജാക്വറ്റ്, ഓസ്ട്രിയൻ യുവതാരം ഇഫിയാനി എൻഡുക്കെ എന്നിവരാണ് സീസണിൽ ലിവർപൂളിനൊപ്പം ചേർന്നത്. ബ്രാഡ്ലി ബാർക്കോളയ്ക്കായുള്ള ചർച്ചകൾ 2ാം വട്ടവും തുടരുകയാണ്. ഒപ്പം ബേൺമൗത്തിൽ നിന്നുള്ള മിഡ്ഫീൽഡർ അലക്സ് സ്കോട്ടിനായും ലിവർപൂൾ രംഗത്തുണ്ട്. ചെൽസിയുടെ 65 മില്യൺ പൗണ്ടിന്റെ ഓഫർ തള്ളിയ ബേൺമൗത്ത് ലിവർപൂളിനായി കൈകൊടുക്കാനുള്ള സാധ്യതയേറെയാണ്. ഇറയോളയ്ക്കൊപ്പം സ്കോട്ട് മുൻപുണ്ടായിരുന്നു എന്നതും ഈ ഡീൽ വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷ. മക്കലിസ്റ്ററിന് അത്ര നല്ലതായിരുന്നില്ല കഴിഞ്ഞ സീസൺ. കർട്ടിസ് ജോൺസ് ഇടക്കാലത്ത് ഇന്റർ മിലാനുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കരാർ പുതുക്കാൻ ലിവർപൂൾ തന്നെ മുന്നോട്ടിറങ്ങിയെന്നാണ് പുതിയ സൂചനകൾ. സോബോസ്ലൈ മാത്രമാണ് പ്രതീക്ഷ കാത്ത ഏകതാരം. അതുകൊണ്ട് തന്നെ മിഡിൽ സ്കോട്ട് വരേണ്ടത് ഇറയോളയ്ക്ക് അത്യാവശ്യമാണ്. 4-2-3-1 ആണ് ഇറയോളയുടെ പ്രിയപ്പെട്ട ശൈലി. നിലവിൽ അതിനനുയോജ്യമായ ബെസ്റ്റ് ഫസ്റ്റ് 11 ലിവർപൂളിനുണ്ട്. പോസിബിൾ 11 നോക്കുമ്പോൾ ഗോൾ പോസ്റ്റിൽ അലിസൺ ഉണ്ട്. പരിചയസമ്പന്നനായ ഡച്ച് താരം വാൻഡൈക്കും പുതുതായി ടീമിലെത്തിച്ച ജെറമി ജാക്വറ്റും സെൻട്രൽ ഡിഫൻസ് നോക്കും. ഫ്രിങ്പോങ്ങും കെർക്കസുമാണ് വിംഗ് ബാക്ക് പൊസിഷനുകളിൽ ഉണ്ടാവുക. ഗ്രാവൻബർഗും മക്കലിസ്റ്ററും ഡിഫൻസീവ് മിഡ് റോൾ കൈകാര്യം ചെയ്യും. മുഹമ്മദ് സല ഏറെ നാളായി കൊണ്ടു നടന്ന റൈറ്റ് വിങ്ങിൽ ഇത്തവണ ഡൊമിനിക് സോബോസ്ലായി ആകും ഇറങ്ങുക. ഏത് പൊസിഷനും സോബോയ്ക്ക് ഇടങ്ങുമെന്നത് ഇറയോളയ്ക്ക് ധൈര്യം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ 78 ചാൻസാണ് സോബോ സൃഷ്ടിച്ചത്. ഫ്ലോറിയൻ വിഡ്സ് സെൻട്രൽ മിഡ്ഫീൽഡിലും റൈറ്റ് വിങ്ങിൽ കോഡി ഗാക്പോയും കളിക്കും. അലക്സാണ്ടർ ഇസാക്ക് സിംഗിൾ സ്ട്രൈക്കറുടെ റോളിൽ കളിക്കും. കഴിഞ്ഞ ഡിസംബറിലേറ്റ പരിക്ക് ഇസാക്കിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചിരുന്നു. വമ്പൻ പ്രൈസ് ടാഗിന് നീതി പുലർത്തുന്ന പ്രകടനം ഇസാക്കിന് സീസണിൽ നടത്തേണ്ടതുണ്ട്. ഒപ്പം എക്കിറ്റിക്കെ, ചിയേസ, കൗമാരതാര ഗുമോഹ അടക്കമുള്ളവരും ബെഞ്ചിലുണ്ട്. ലിവർപൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായ ഗുമോഹ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ട് സീനിയർ ടീമിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു. ഇറയോളയുടെ കീഴിൽ സീസണിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഗുമോഹയ്ക്കുണ്ട്. പ്രീ സീസൺ അത്ര നല്ലതായിരുന്നില്ല ലിവർപൂളിന്. ലോകകപ്പ് കഴിഞ്ഞ് മക്കലിസ്റ്ററും അലിസണും ഒന്നും ടീമിനൊപ്പം ചേർന്നിട്ടില്ല. മാത്രമല്ല പ്രീ സീസണിനിടെ കർട്ടിസ് ജോൺസും സോബോസ്ലായും ക്യാപ്റ്റൻ ആംബാൻജിനെ ചൊല്ലിയുണ്ടായ തർക്കം നാണക്കേടായിട്ടുണ്ട്. ന്യൂയോർക്കിലെ യാങ്കി സ്റ്റേഡിയത്തിൽ റക്സാമിനെതിരെ നടന്ന പ്രീ സീസൺ മത്സരത്തിനിടെയായിരുന്നു സംഭവം. കളിയിൽ ഡൊമിനിക് സോബോസ്ലായിയെ പിൻവലിച്ചപ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻ ആംബാൻഡ് ഗ്രൗണ്ടിലുണ്ടായിരുന്ന കർട്ടിസ് ജോൺസൺ നൽകുന്നതിന് പകരം കോസ്റ്റാസ് ടിമിക്കാസിന് കൈമാറി. ആ സമയത്ത് ടീമിൽ ഏറ്റവും കൂടുതൽ കാലമായി കളിക്കുന്ന താരമെന്ന നിലയിൽ ക്യാപ്റ്റൻ സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് കർട്ടിസ് ജോൺസ് പ്രതീക്ഷിച്ചിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല. പ്രകോപിതനായ ജോൺസ് മത്സരം അവസാനിച്ചതിനു ശേഷം ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ സോബോസ്ലായിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും തർക്കത്തിലേർപ്പെടുകയും ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു. തർക്കം രൂക്ഷമായതോടെ ഗ്രീക്ക് പ്രതിരോധ താരമായ സിമിക്കാസും ഇതിലിടപെട്ടു. ദേഷ്യത്തിൽ സിമിക്കാസ് ക്യാപ്റ്റൻ ആംബാൻഡ് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് കർട്ടിസ് ജോൺസ് ആംബാൻഡ് നിലത്ത് നിന്നെടുക്കുകയും സോബോസ്ലായിയെ കെട്ടിപ്പിടിച്ച് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവം പിന്നീട് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. സോബോസ്ലായിയോട് പിന്നീട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വാൻഡേക്കാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്നും അദ്ദേഹവും മാനേജരും പറയുന്നത് അനുസരിക്കുമെന്നുമായിരുന്നു മറുപടി. ശേഷം ലീഡ്സിനെതിരായ കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിനിടെ സോബോസ്ലായി ആംബാൻഡ് കർട്ടിസിന് തന്നെ അണിയിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരായ ആഴ്സണലിനേക്കാൾ 25 പോയിന്റ് പിന്നിലാണ് ലിവർപൂൾ ഫിനിഷ് ചെയ്തത്. ഈ വലിയ വിടവ് ഒരൊറ്റ സീസൺ കൊണ്ട് നികത്തുക എന്നത് പ്രയാസകരമാണ്. എങ്കിലും ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുൻപേ തന്നെ കൂടുതൽ സൈനിങ്ങുകൾ നടത്തി വൻ തിരിച്ചുവരവ് തന്നെയാണ് ഇറയോളയുടെ സംഘം ലക്ഷ്യമിടുന്നത്. ഈ മാസം 23-ന് എവേ പോരാട്ടത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയാണ് ലിവർപൂളിന്റെ സീസണിലെ ആദ്യ മത്സരം.